ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് മിഠായി തെരുവിൽ മരം കടപുഴകി വീണു. LIC വളപ്പിലുള്ള മരമാണ് ഒടിഞ്ഞു വീണത്. ഒരു കടയുടെ മേൽക്കൂരയിലെ ഷീറ്റ് പറന്നുപോയി. ആർക്കും പരുക്കില്ല. അഞ്ജന സുകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. അഞ്ജന, കോഴിക്കോട് മഴക്കെടുതി കാര്യമായി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു മരം വീണതിന്റെ ദൃശ്യം കാണുന്നു. അപകടമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടായിട്ടില്ല അഭിലാഷ്. കഴിഞ്ഞ അല്പം മുൻപാണ്, അതായത് ഒരു 10 മണിയോട് കൂടിയാണ് കനത്ത ഒരു മഴ പെയ്തു. ആ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ആ കാറ്റിൽ മിഠായി തെരുവിലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കട, ആ കടയുടെ മേൽക്കൂര നേരെ പതിച്ചത് ദുർഗാദേവി ഭഗവതി ക്ഷേത്രത്തിന് മേൽക്കൂരയ്ക്ക് മുകളിലേക്കായിരുന്നു. ഈ കാണുന്ന ഷീറ്റാണ് ഇത്തരത്തിൽ ആ ഒരു ക്ഷേത്രത്തിന്റെ മുകളിലെ മേൽക്കൂരയിലേക്ക് പതിച്ചത്. അല്പം അതിനുശേഷം തന്നെ ഇവിടേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുകയും ആ ഷീറ്റ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ ഓടുകളെല്ലാം തന്നെ തകർന്നത് താഴേക്ക് പതിച്ചിട്ടുണ്ട്. അപ്പം ഈ വൈദ്യുത ലൈൻ അതിന് മുകളിലേക്കാണ് ഷീറ്റ് വന്ന് വീണതെന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് അവരൊക്കെ അപകടത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു കച്ചവടക്കാരൻ അദ്ദേഹം തലനാരിഴയ്ക്കാണ് ഈ ഒരു അപകടത്തിൽ നിന്നും ഒഴിവായത്. അതായത് ഈ ഷീറ്റ് ഇവിടെ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു സമയത്ത് അതിന് താഴെയായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. അവിടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഈ ഉന്തുവണ്ടികൾ പോലും ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വലിയൊരു അപകടം ഉണ്ടായ താഴെ നിന്നിട്ട് മാത്രമല്ല, ആ വണ്ടി വളരെ ലോഡ് വെച്ചുള്ളതാണ്. അതുകൊണ്ട് ഉരുണ്ട് വെടുത്തോളെത്തി. ഞാൻ ഈ ഷീറ്റിന്റെ ഒച്ച കേൾക്കുന്നതിന് മുമ്പ് വോട്ടിംഗ് കഷ്ടം വീഴുന്നുണ്ട്. പിന്നെ ഈ ഷീറ്റിന്റെ പടപടാളുടെ ഒച്ച കേട്ടോ പേടിച്ചോടിയതാ. പേടിച്ചു പോയോ? പേടിക്കാണ്ടിരിക്കുന്നുണ്ടോ? പലപ്പോഴും ഇതിന് താഴെയൊക്കെ ആൾക്കാർ കച്ചവടം നടത്താറുണ്ടായിരുന്നു. ഞാനും ഒരു ലോട്ടറി കച്ചവടക്കാരനും ഒരു സോക്സ് കച്ചവടക്കാരനും ഉണ്ട്. സുഖമില്ലാത്ത ഒരാളാണ്, കാലിന് സുഖമില്ലാത്ത ഒരാൾ. അദ്ദേഹം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അയാൾ ഇന്ന് വെച്ചിട്ടുണ്ട് അവിടെ. ഞാനും ലോട്ടറിക്കാരനുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് അവിടെ ഒരു വലിയ അപകടം ഒഴിവായത്. രക്ഷപ്പെട്ടെ. അദ്ദേഹം എന്തായാലും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ തന്നെ വല്ലാതെ പേടിച്ചു പോയെന്ന് പറയുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ഹാൻടെക്സ് വസ്ത്ര സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഏറ്റവും മുകളിലുള്ള മേൽക്കൂരയും ഇതുപോലെ തകർന്ന് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥാപനത്തിന്റെ സോളാർ പാനലിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് ഒരു 50 മീറ്റർ അകലെയുള്ള ഉന്തുവണ്ടികൾ പോലും ഈ ഒരു കാറ്റിന് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കച്ചവടക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ PM താജ് റോഡിൽ മിഠായി തെരുവിന്റെ ഭാഗത്ത് തന്നെ 1-2 മരങ്ങൾ നിന്നിരുന്നു. ആ മരങ്ങൾ LIC കോമ്പൗണ്ടിലേക്ക് കട പുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പല മേഖലകളിലും ഇത്തരത്തിൽ ഒരുപാട് മരങ്ങളുണ്ട്. ഈ മരങ്ങളൊക്കെ അപകടാവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ കച്ചവടക്കാർ പറയുന്നത്. പലപ്പോഴും ഈ മഴക്കാലമാകുമ്പോൾ ഇതിന്റെ ചില്ലകളൊക്കെ വെട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രമീകരണത്തിലേക്കൊന്നും ഇവിടുത്തെ അധികൃതർ പോയിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ ഉന്തുവണ്ടിക്കാരായ കച്ചവടക്കാരുണ്ട്. അവർ ആ സമയത്ത് കച്ചവടം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പലരുടെയും ഈ സാധനങ്ങളൊക്കെ ഈ ഒരു മഴയിലും കാറ്റിലുമൊക്കെ തകർന്ന് വീണതായിട്ടും ഇവർ പറയുന്നു. ഒരുപാട് പേര് ഈ സമയത്ത് ഇവിടെ കച്ചവടം തുടങ്ങാനായിട്ട് നിൽക്കായിരുന്നു. ആ സമയത്ത് ഈ വണ്ടിയൊക്കെ തുറന്നേനു. ഇതിന്റെ സാധനമൊക്കെ ഫുള്ള് അവിടെ ആയിരുന്നു. ഫുള്ള് പറന്നുപോയി സാധനം. ഇതിലുള്ള സാധനം മൊത്തം പറന്നു പോയിക്കുന്നു. ഒരു 10-15 റുപ്യന്റെ സാധനത്തിന് നഷ്ടം വന്നിട്ടുണ്ടാവും മിക്കവാറും. അതേമാതിരി അത് കാണുന്ന വണ്ടിയിലുള്ള സാധനം, അവിടെയുള്ള കുറെ സാധനം വണ്ടി മറിഞ്ഞ് വണ്ടി തല കുത്തനെ കിട്ടുന്നത് ഫുള്ള് സാധനം. ഈ കാണുന്ന വണ്ടി അമ്പലത്തിന് മുന്നിലെത്തി ഉരുണ്ടുപോയിട്ട് ഇതിൽ കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കണം ഈ വണ്ടിയിൽ. ഈ സമയത്ത് ചുഴലിക്കാറ്റ് സമാനമായ രീതിയിൽ ഒരു കാറ്റാണോ? ചുഴലിക്കാറ്റ് സമാനമല്ല, ചുഴലിക്കാറ്റ് തന്നെ അടിച്ചത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഉന്തുവണ്ടികളൊക്കെ ആ മേഖലയിലേക്ക് ഉരുണ്ടുപോയി. ആ കാണുന്ന ഉന്തുവണ്ടിയാണ് അമ്പലത്തിന്റെ മുന്നിലെത്തിയത്. തന്നാൽ ഓട്ടോമാറ്റിക്കായി കിടന്ന് കറങ്ങിയാണ് അവിടെ കിടന്നിട്ട്. അല്ല, നമ്മൾ എടുത്തുകൊണ്ടാന്നിട്ട് അവിടെ വെച്ച കല്ലൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചതാണ്. ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടെ ബാഗ് വെക്കുന്ന ഒരു 2 പേരുണ്ടായിരുന്നു. ബാഗ് വെക്കുന്ന അയാളും പിന്നെ ലോട്ടറി വെക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ നേരെ മുന്നിൽ. അവരിത് സൗണ്ട് കേട്ടെടുത്താണ് അവര് ഓടി മാറിയതുകൊണ്ട് അപകടം ഒഴിവായി. അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും വലിയൊരു അപകടമാണ്. കൃഷി ഭീഷണിയായിട്ട് കിടക്കുന്നത്. ഈ മരത്തിന്റെ ചില്ലൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സൈഡാക്കിയാൽ അത്രയും വെയിറ്റ് കുറഞ്ഞു കിട്ടും. എന്നുവെച്ചാൽ ഇതിനടിയിലൊക്കെ ഒരുപാട് കച്ചവടക്കാരും മിൽമന്റെ ബൂത്തൊക്കെ ഉള്ളതാണ്. അതൊക്കെ ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യത ഉള്ള സ്ഥലമാണ്. ഇതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ചുരുക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അപ്പുറത്തുള്ള 2 മരം വീണതും അത് ഈ ചുഴലിക്കാട്ടിൽ തന്നെയാണ്. ഒരുപക്ഷെ ഈ ഡയറക്ഷൻ മാറിയൊക്കെ വീണിരുന്നെങ്കിലും അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. തുറക്കാത്ത രാവിലെ ആയതിനെ കൊണ്ട് അപകടം വളരെ കുറഞ്ഞു കിട്ടി. അല്ലെങ്കിൽ അത് തുറന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ മേല് വീണ് അപകടം ഉണ്ടാവാൻ സാധ്യത ഇല്ലെങ്കിൽ ആള് തുറന്നിട്ടുണ്ടാവും. രാവിലത്തെ മയം കൊണ്ട് ആള് കുറച്ച് നേരം പോയിക്കാ തുറക്കാൻ. കുറച്ച് ആളുകൾ തുറന്നില്ല, കുറച്ച് ആൾ തുറന്നിട്ടുണ്ട്. ആ മഴ പെയ്തിട്ടില്ലെങ്കിൽ ആളുകൾ കുറേ ആൾക്കാർ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും, അപകടവും സംഭവിക്കും. എന്നുവെച്ചാൽ അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളിലാണ് അപകടം സംഭവിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഈ മഴ പെയ്തതും കൊണ്ട് കുറേ ആളുകൾ തുറക്കാൻ വൈകി. കുറച്ച് ആളുകൾ തുറന്ന ആളുകളൊക്കെ ആ കാറ്റിലൊന്നായിട്ട് ഒലിച്ചു ഒന്നായിട്ട് നിറഞ്ഞ് കുറേ നനഞ്ഞു പോയി.
എന്തായാലും ഒരു ചുഴലിക്കാറ്റ് തന്നെയാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അതിൽ മരം 2 കടപുഴകി, ഒപ്പം തന്നെ ഈ കാണുന്ന മേൽക്കൂരയും ആ ക്ഷേത്രത്തിന് മുകളിലേക്ക് പതിച്ചു. ആ മേൽക്കൂര ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങൾ എത്തി അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഈ വൈദ്യുതി ലൈനിന് മുകളിലേക്കൊക്കെ ആയിരുന്നു ആ മേൽക്കൂര വന്ന് പതിച്ചത്.